നമസ്തേ. കുട്ടികളുടെ ലോകത്തിലേക്ക് സ്വാഗതം. ഞാൻ പവിഴം രാകേഷ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ നോക്കാം. ജൂലൈ 1 മുതൽ 15 വരെ പ്രഖ്യാപിച്ച CBSE 10-12 ക്ലാസുകളിലെ പരീക്ഷകൾ റദ്ദാക്കി. പരീക്ഷ പൂർത്തിയായ കേരളം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ സാധാരണ പോലെ മൂല്യനിർണ്ണയം നടത്തും. മറ്റിടങ്ങളിൽ എഴുതിയ പരീക്ഷകളുടെ ശരാശരി അനുസരിച്ചാകും മൂല്യനിർണ്ണയം. ജൂലൈ 15ഓടെ CBSE ICSE ഫലം പ്രഖ്യാപിക്കും. SSLC പരീക്ഷാഫലം ജൂൺ 30 പ്രഖ്യാപിക്കും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ജൂലൈ 10 പ്രഖ്യാപിക്കും. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സർവകലാശാല പരീക്ഷകൾ മാറ്റിവെക്കണമെന്ന നിർദ്ദേശവുമായി UGC. അവസാന വർഷ ബിരുദ പരീക്ഷയടക്കം മാറ്റിവെക്കണമെന്നാണ് നിർദ്ദേശം. അക്കാദമിക് വർഷം ആരംഭിക്കുന്നത് നീട്ടിവെക്കാനും നിർദ്ദേശമുണ്ട്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സജീവമാകുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ത്യയുടെ കന്നി ലോകകപ്പ് കിരീട നേട്ടത്തിന് കഴിഞ്ഞ വ്യാഴാഴ്ച 37 വയസ്സ് തികഞ്ഞു. ലോർഡ് സ്റ്റേഡിയത്തിൽ 1983 ജൂൺ 25 കപിൽ ദേവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നിര ക്രിക്കറ്റിലെ ലോക കിരീടം ഉയർത്തിയത്. ഫൈനലിൽ 2 തവണ കിരീടം നേടിയ വെസ്റ്റ് ഇൻഡീസിനെ ഇന്ത്യ 43 റൺസിനാണ് തോൽപ്പിച്ചത്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ മനസ്സിലാക്കിയില്ലേ? ഇനി കുട്ടിപ്രതിഭകളെ പരിചയപ്പെടാം. സൃഷ്ടാവിൻ്റെ കരവിരുതാണ് ഒരു സൃഷ്ടിയെ മികവുറ്റതാക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന് മുന്നിലെ അമ്മയും കുഞ്ഞും പ്രതിമ ഒരിക്കൽ കണ്ടവരാരും മറക്കാനിടയില്ല. ജീവൻ തുടിക്കുന്ന ആ പ്രതിമയുടെ ശില്പിയായ ആര്യനാട് രാജേന്ദ്രൻ സാറിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഞാൻ ആര്യനാട് രാജേന്ദ്രൻ. ആര്യനാട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവിടെയുള്ള ചിത്രകാരന്മാരും നാട്ടിലുള്ള നാട്ടിൻപുറ കലാകാരന്മാരാണ്. അവർ വരയ്ക്കുന്ന പടങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ വരച്ചു പഠിച്ചത്. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശരീരഭാഗങ്ങളും അനാട്ടമിയുടെ പല ഭാഗങ്ങളും വരച്ചു കൊടുക്കുക. അത് പ്രൊഫസേഴ്സ് കൊണ്ടുപോയി പ്രൊഫസേഴ്സും കൊണ്ടുപോയി ക്ലാസ് എടുക്കുക. അതിലേക്കായി ആണ് എൻ്റെ അവിടുത്തെ ജോലി. 10-15ഓളം ശില്പങ്ങൾ മെഡിക്കൽ കോളേജിനകത്ത് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ശില്പമാണ് SATയുടെ മുമ്പിലിരിക്കുന്ന അമ്മയും കുഞ്ഞും. 22 അടി പൊക്കമുണ്ട്. അത് സിമൻറ്റിലാണ് ചെയ്തിരിക്കുന്നത്. SATയുടെ മുമ്പിലായിട്ട് ശ്രീ അവിട്ടം തിരുനാൾ മഹാരാജാവിൻ്റെ ഒരു ശില്പം. എൻ്റെ ഒരു ശില്പം മെഡിക്കൽ കോളേജ് എൻട്രൻസിൽ തന്നെ ഇരിപ്പുണ്ട്. ഹിപ്പോക്രാറ്റ്സ്, മെഡിസിൻ്റെ പിതാവ്, അർത്ഥകായ ശില്പമാണ്. ആ ഗേറ്റ് കഴിഞ്ഞാൽ ഉടൻ കാണുന്നതാണ് ഹിപ്പോക്രാറ്റ്സ്. അത് കഴിഞ്ഞാൽ RCC കഴിഞ്ഞിട്ട് കാണുന്ന ശില്പമാണ് അറിവിൻ്റെ കരങ്ങളിൽ. അത് 17 അടി പൊക്കമുണ്ട്. മധ്യത്തായിട്ട് ഒരു വലിയ മനുഷ്യനും 2 സൈഡിലായിട്ട് 2 കുട്ടികളും കൈകോർത്ത് നിൽക്കുന്ന ശില്പമാണ്. കാരണം അറിവ് ലഭിക്കണമെങ്കിൽ നാം ഗുരുക്കളെ കൈകളിൽ അഭയം തേടണം. അപ്പോൾ നമ്മളെ ഗുരു ഇങ്ങനെ ഉയരങ്ങളിലേക്ക് ഉയർത്തിയെടുക്കുന്നതായിട്ടും നമ്മൾ ആ ഗുരുവിൻ്റെ കൈകളിൽ എത്തിപ്പിടിച്ച് മുകളിലേക്ക് കയറുന്നതിനുള്ള ഒരു ആശയമാണ് അറിവിൻ്റെ കരങ്ങളിൽ എന്ന ശില്പം കൊണ്ടുദ്ദേശിക്കുന്നത്. ഫോറൻസിക് മ്യൂസിയം, പത്തോളജി ഫോറൻസിക് മ്യൂസിയത്തിനകത്ത് ഒരു ശവപ്പെട്ടിയുമായിട്ടൊരു ശില്പം നിൽപ്പുണ്ട്. സിമൻറ്റിൽ ഉണ്ടാക്കിയ ശില്പമാണ്. ശവങ്ങളിലെ രോഗങ്ങൾ കണ്ടുപിടിക്കുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് ഒരു ശവപ്പെട്ടിക്കകത്ത് ആണ് ഒരു ഡോക്ടർ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സിമൻറ്റ് ശില്പമുണ്ട്. ആ സമയത്ത് ഞാൻ ഫോറൻസിക്കിൽ കുറച്ച് കാലം ഡ്യൂട്ടി എടുക്കുകയും ഡോക്ടർ ഉമാദസൻ സാറ് എന്നെ സമീപിക്കുകയും തലയോട്ടിയിൽ 1-2 ശില്പങ്ങൾ ഉണ്ടാക്കണം എന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. അതനുസരിച്ച് ഞാൻ തലയോട്ടിയിൽ കാണാതെ കിടക്കുന്ന കേസുകളൊന്നും തെളിയാതെ കിടക്കുന്ന തലയോട്ടികൾ കിട്ടും.
ക്രൈം ബ്രാഞ്ച് ഡിപ്പാർട്ട്മെൻറ്റിന്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ പുറത്ത് മാംസങ്ങൾക്ക് പകരം പേപ്പർ പൾപ്പിലുള്ള ഒരു മീഡിയം അതിനകത്ത് ഒട്ടിച്ചെടുത്ത് ആ മരിച്ച ആളിൻ്റെ രൂപം അതിനകത്ത് ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ 3 കൊലപാതക കേസുകൾ ഞാൻ ഈ മുഖം ചെയ്തതനുസരിച്ച് തെളിഞ്ഞിട്ടുണ്ട്. ഈ കുഞ്ഞു കുഞ്ഞു വരകളും നമ്മുടെ സ്കിന്നിൻ്റെ വരകളും പീലുകളും ഒക്കെ ചെയ്യുന്നതിന് കളിമണ്ണിൽ ചെയ്യുന്നതാണ് സൗകര്യം. കളിമണ്ണിൽ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് പ്ലാസ്റ്റർ പാരീസ് കൊണ്ട് മോൾഡ് എടുക്കുക. ആ മോൾഡിൽ നിന്ന് ബ്രോൺസിലേക്ക് കാസ്റ്റ് ചെയ്തെടുക്കാം. പ്ലാസ്റ്റർ പാരീസ് തന്നെ കാസ്റ്റ് ചെയ്തെടുക്കാം. പേപ്പർ പൾപ്പിലുണ്ടാക്കാം. അത്തരം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കുന്നതിന് കളിമണ്ണിൽ തന്നെ ഉണ്ടാക്കണം. ഒരുപാട് വീടുകളിൽ ചുവർ ചിത്രങ്ങൾ വലിയ 4 അടിയും 8 അടിയും പൊക്കം ഉള്ള ശില്പങ്ങൾ ഒരുപാട് ഈ കൊല്ലത്തും കേരളത്തിനകത്തും പലയിടത്തും ഒക്കെ ചെയ്തിട്ടുണ്ട്. ശില്പനിർമ്മാണത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസുകളെന്ന് പറയുന്നത് നമ്മൾ തടിയിലോ മുളം ചീളിയിലോ ഒക്കെ ചീകിയെടുത്ത് മുനകൾ വരുത്തി ഫിനിഷ് ചെയ്ത് സാൻഡ് പേപ്പറിൽ ഉരച്ചെടുത്താൽ മതിയാവും. നമുക്ക് ഈ കണ്ണ്, മൂക്കിൻ്റെ ഉള്ളുവശം ഒക്കെ ലൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യുന്നതിന് ഈ കുഞ്ഞു ടൂൾസുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഈ കളിമണ്ണിലാണ് നമ്മൾ ശില്പം ഉണ്ടാക്കുന്നത്. ഇത് മെഴുകുപോലെ ഇരിക്കുന്ന കളിമണ്ണാണ്. ഇതിനകത്ത് ബാക്ടീരിയകളൊന്നും തന്നെ ഉണ്ടാകത്തില്ല. ഭൂമിയുടെ അടിയിൽ നിന്നും 8 അടി 10 അടി താഴ്ചയിലാണ് ഈ കളിമണ്ണ് നമുക്ക് ലഭിക്കുന്നത്. അടുത്തൊരു മുഖം ഉണ്ടാക്കുന്നത് കാണിക്കുകയാണ്. എന്നിട്ട് 3ആയിട്ട് ഇതിനെ വായിക്കണം. അപ്പോൾ ഈ ഭാഗമാണ് മൂക്ക് വരുന്നത്. ഇവിടെ നെറ്റി മുതൽ മേളിലോട്ട് പോകും. ഇതിനെ ഉണ്ടാക്കുമ്പോൾ ചുണ്ടും താടിയായിട്ടൊക്കെ വരും. എന്നിട്ട് സ്കള്ള് പോലെ ഇതിനെ ആദ്യം നമ്മൾ 2 ഭാഗവും ഒഴിച്ച് മാറ്റണം. തലവെട്ട് പോലെയാവും. എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ കേട്ടോ ശ്രദ്ധിച്ചു. ഇവിടെ വയ്ക്കുന്നു. ഈ ഭാഗത്ത് മേടിച്ചുണ്ട് ചെയ്യണേ കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ചരിച്ചു കൊടുക്കണം. വീണ്ടും അല്പം എടുത്ത് കൊടുക്കണം. ഈ ഇവിടെ വയ്ക്കണം കേട്ടോ. ഈ താടിക്ക് വേണ്ടിയിട്ട് അല്പം ഇവിടെ വയ്ക്കണം. താടിയുടെ ഷേപ്പായി വരും. കണ്ണന് കൃഷ്ണമണി ഇതിനകത്തൊരു ബാളിൻ്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ആദ്യം ഒരു ബാൾ പോലെ ഉരുട്ടി ഈ ഭാഗത്ത് ഈ ഹൈറ്റിൽ വയ്ക്കണം. കൂടുതൽ പൊങ്ങല്ല, ഇതുപോലെ. ഈ 2 ചെവിക്ക് ഇനി ഓരോരുത്തരുടെയും മസിലനുസരിച്ച് മസിലുകൾ പൊക്കിയെടുക്കണം. ഇതിൻ്റെ പുറത്ത് എന്നിട്ട് ഈ നമ്മുടെ മസിലെല്ലാം തുടങ്ങുന്ന ഈ മൂക്കിൻ്റെ ഈ ഹൈറ്റിൽ നിന്ന് താഴോട്ടാണ്. ഇവിടെ ഇത്രയും മാംസം വരും. ഇതുപോലെ മാംസങ്ങളെല്ലാം മുടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് വലുതാക്കിയിടണം.
ക്ലേ മോഡലിങ്ങിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതുപോലെ വച്ച് പിടിപ്പിച്ച് തലയോട്ടിയിൽ നിന്ന് രൂപങ്ങൾ വച്ച് പിടിപ്പിച്ചെടുക്കുകയാണ്. വുഡ് കാർവിംഗ് എന്ന് പറഞ്ഞാൽ ഒരു തടിയിൽ നിന്നും അടിച്ച് കളഞ്ഞിട്ട് അകത്ത് ഒരു മുഖം ഉണ്ടാക്കിയെടുക്കുകയാണ്. അതാണ് ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം. വരയ്ക്കുന്നവരാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നോക്കി വരച്ച് ഒരു മുഖം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് കളിമണ്ണാകുമ്പോൾ അകത്തിരിക്കുന്ന രൂപം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് മാംസഭാഗങ്ങൾ വച്ച് പിടിപ്പിച്ചെടുക്കണം. കാർവിങ് അടിച്ച് കളഞ്ഞിട്ട് രൂപം ഉണ്ടാക്കിയെടുക്കുന്നു. ഇത് ടൂൾസ് കൊണ്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ പോളിഷൊന്നും ചെയ്തില്ല. ആദ്യത്തെ ഒരു മെത്തേഡാണ് ഇത്. ഇത് കഴിഞ്ഞിട്ട് പോളിഷ് ചെയ്ത് അതിനെ ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ പല ഭാഗത്തും പല കളറിലുള്ള ക്ലേ കിട്ടും. വെള്ള ക്ലേ കിട്ടും, നല്ല കറുത്ത നിറത്തിലുള്ള ക്ലേ കിട്ടും, ചുവന്ന നിറത്തിൽ കിട്ടും, മഞ്ഞ നിറത്തിൽ കിട്ടും. ഇതെല്ലാം ഒരു കളിമണ്ണ് തന്നെയാണ്. അത് നമ്മൾ വെള്ളം ഉപയോഗിച്ച് അതിനെ കുഴച്ചെടുക്കുന്നു. ഇതുപോലെ കൈകൊണ്ട് പരത്തി ഫിനിഷ് ചെയ്തെടുക്കണം. ഇതുണ്ട്. എൻ്റെ പേര് രേവ. ഞാനിവിടെ ഡ്രോയിങ് പഠിക്കാനാണ് വന്നത്. ഞാൻ ഈ ക്ലേ മോഡലൊക്കെ കണ്ടു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ക്ലേ മോഡലിൽ നിന്ന് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സും പിന്നെ ഫിഷ് അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കാൻ പഠിച്ചു. എൻ്റെ പേര് നിരഞ്ജന. ഞാനല്ലാതെ ഡ്രോയിങ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ക്ലേ മോഡലിംഗ് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ക്ലേ മോഡലിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. കാരണം ക്ലേയും ഡ്രോയിങ് പോലെ തന്നെ ക്ലേയും വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ക്ലേയിൽ നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള വർക്ക് വരെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ സ്കൂളിലൊക്കെ പ്രോജക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സിബിഷനൊക്കെ ക്ലേ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ക്ലേ മോഡലിംഗ് നല്ല രസത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഞാൻ ക്ലേ മോഡലിംഗ് ചെയ്ത് തുടങ്ങിയത്. ട്രംപിൻ്റെ മുഖമായിട്ട് സാമ്യമുണ്ടെന്ന് ഏതാണ്ടൊരു സാമ്യമുണ്ട്. ഒരു ചിരിക്കുന്ന മുഖമാണ്. നമ്മളൊരു സ്നേഹം പകരുന്നത് ചിരിയിലൂടെ. നമ്മൾ ആർക്കും പൈസ കൊടുക്കണ്ടല്ലോ ചിരിക്കുന്നത്. നമ്മൾ മനുഷ്യനെ നോക്കി ആ മനസ്സിലെ വൈരാഗ്യമോ കളഞ്ഞിട്ട് സ്നേഹിക്കുക. ഒരു ചിരിയുടെ ആശയം പ്ലാസ്റ്റർ പരിസ് ചെയ്തതാണ്. പെയിൻറ്റ് ചെയ്തിട്ടില്ല, ഇത് ചെയ്യണം. ഇത് അതുപോലെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു രംഗമാണ്. നമ്മളൊരു 2-3 വര കൊണ്ട് നമ്മളൊരു ആശയം ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇങ്ങനെ മനസ്സിലൂടെ 2 കൈകൾ നമ്മുടെ തലച്ചോറിലൂടെ നമ്മുടെ മനസ്സിലൂടെ ആഴ്ന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ഇതിൽ നഖമോ വിരളോ ഒക്കെ യഥാർത്ഥ രൂപമൊന്നുമില്ല. ഒരു വരയിലൂടെ ഒരു ആശയം മാത്രം. അതുപോലെ 2 സ്നേഹിതർ അടുത്ത് നിന്ന് സ്നേഹത്തിൻ്റെ ഒരു ശില്പം. അങ്ങ് അറ്റം അത് വെൽക്കം, വണക്കം, നമ്മൾ അതിഥികളെയൊക്കെ സ്വീകരിക്കുന്ന ഒരു അവസ്ഥ. ഒരു 2 വരയിൽ. അതുപോലെ അതിഥികളുടെ യാത്രയാണ്, തിരിച്ചുപോക്ക്. ഇവിടെ അതിഥികൾ ഒരു കുഞ്ഞിനെ ബ്രീഫ് കേസിൻ്റെ പുറത്ത് കിടത്തി വലിച്ചിഴച്ച് റോഡെ കൊണ്ടുപോകുന്നു. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം റെയിൽവേ പാളം, അപ്പുറവും ഇപ്പുറവും ചതഞ്ഞരഞ്ഞ് കിടക്കുന്ന മനുഷ്യ ശരീരം. ഇഷ്യൂവായ വേദനകൾ ഉണ്ടാക്കിയ ഒരു അവസ്ഥയാണ്. ഇതെല്ലാം ഇങ്ങനെ അതിഥി തൊഴിലാളികളുടെ ഒരു യാത്ര, അത് മുഷിഞ്ഞ് വേദനിച്ചിരിക്കുന്ന അവസ്ഥകളാണ്. ഇവിടെ നോക്കിയാൽ കാണാം ത്രാസിൽ കെട്ടിയിട്ട് കുട്ടികളെ കെട്ടിയിട്ട് കൊണ്ടുപോകുന്ന യാത്ര. യാതനകളാണ്. ഇവിടെ ലോറിയുടെ ഫ്രണ്ട് കാണിച്ചിട്ടുണ്ട്. ലോറി ഇടിച്ച് അവശതായി മരിച്ചു കിടക്കുന്ന മനുഷ്യ ശരീരം ഈ ഭാഗത്ത് കാണാം. ഇത് അതിഥി തൊഴിലാളികൾ ഇങ്ങനെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം എന്നുള്ള ആഗ്രഹത്താൽ റോഡിലൂടെ പോകുന്ന ട്രക്കുകളിൽ പിടിച്ച് കയറാൻ ശ്രമിച്ച് പോകുന്ന ആ ഒരു അവസ്ഥ. എല്ലാവരും ഇങ്ങനെ പല അവസ്ഥകളിൽ അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്താനായിട്ട് ഇങ്ങനെ മുകളിലോട്ട് വളഞ്ഞും പുളഞ്ഞും യാത്ര ചെയ്യുന്ന ഒരവസ്ഥയാണത്. ഉണങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ വിറകൊക്കെ ഇട്ട് അടുക്കി ഇതിനെ ചുട്ടെടുക്കും.
ചുട്ടെടുക്കുമ്പോൾ പിന്നെ ഇത് പൊട്ടിപ്പോകത്തില്ല. അപ്പോൾ ടെറാക്കോട്ട ശില്പമായിട്ട് മാറും. അപ്പോൾ സാധാരണ എത്ര ആഴ്ച എടുക്കും ഇതൊന്ന്? ഇതൊരു ഒരാഴ്ച കഴിയുമ്പോൾ ഉണങ്ങും. ഉണങ്ങിയിട്ട് ഇത് തീയിട്ട് ചുട്ടെടുക്കാം. ഇതതുപോലെ ശില്പമാണ്. ഇതാണ് ഇത് വിശപ്പിൻ്റെ വിളി എന്ന് വെച്ചാൽ 2 കൈയും കുഴഞ്ഞ് കിടക്കുന്നു, തലയും അതുപോലെ കുഴഞ്ഞ് അവശനായിരിക്കുന്നൊരവസ്ഥ. ഒരു പാത്രമൊക്കെ ശൂന്യമാണ്, വയറിനകവും ഉള്ളിൽ ശൂന്യമാണ്. നമ്മുടെ ആ ഒരു സ്കെച്ചിനെ കാണിക്കുന്നതാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഒന്നും മോഡേൺ, നമ്മുടെ ക്രിയേറ്റീവാണ്. ആശയമൊക്കെ ഈ സമൂഹത്തിലെ ആശയങ്ങളാണ്, നമ്മുടെ അവസ്ഥയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഈസി സ്നാക്സിലേക്ക്. നമസ്തേ, എല്ലാവർക്കും ഈസി സ്നാക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ സ്നാക്സ് ആണ്. ഗാർലിക് ബ്രെഡ് ഫിംഗേഴ്സ് ആണ്. നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഗാർലിക്കാണ്, അത് ഞാൻ ചോപ്പ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ചീസുണ്ട്. ഞാനിവിടെ മൊസറല്ലയുടെ ചീസാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് ഏത് ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മല്ലിയിലയാണ്, അതും കുറച്ച് എടുത്തിട്ടുള്ളൂ, ചോപ്പ് ചെയ്താണ് മല്ലിയിലയും എടുത്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് ബട്ടറാണ്. ഇതൊരു 1/2 ടീസ്പൂൺ ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ഒരു ബൗളിൽ ഒരു 1/2 ടീസ്പൂണിൻ്റെ ബട്ടർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ മെയിൻ ഐറ്റമായ ഗാർലിക് ഇടുവാണ്. ഇനി നമുക്ക് എരിവിന് വേണ്ടി കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടാം. ഇനി വേണ്ടത് നമ്മുടെ മല്ലിയില ചോപ്പ് ചെയ്തിരിക്കുന്നതാണ്, അത് ഞാൻ കുറച്ച് ആഡ് ചെയ്യുകയാണ്. കുറച്ച് മതിയല്ല. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ബട്ടർ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സോൾട്ടഡ് ആണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സോൾട്ട് എടുക്കാതിരുന്നത്. അൺസോൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നമുക്കിത് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് സ്ലൈസസ് എടുക്കാം. അതിൽ കുറച്ച് നമ്മുടെ ഈ ബട്ടർ പേസ്റ്റിനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബട്ടറിൻ്റെ പേസ്റ്റ് നമ്മളിത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ബ്രെഡിൽ. നമ്മളത് മാറ്റി വെച്ചിട്ട് അടുത്ത സ്ലൈസ് എടുക്കാം. അതിനകത്ത് നമ്മൾ കുറച്ച് ചീസ് ആഡ് ചെയ്യുകയാണ്. ഞാനിവിടെ മൊസറല്ലയുടെ ചീസാണ് ആഡ് ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ള ഏത് ചീസ് വേണമെങ്കിലും നമുക്കിത് ആഡ് ചെയ്യാം. കുട്ടികൾക്ക് ചീസ് ഭയങ്കര ഇഷ്ടമല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ചീസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം സ്പ്രെഡ് ചെയ്ത് വെച്ചിരുന്ന ആ ബട്ടർ ബ്രെഡിൻ്റെ പുറത്ത് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ ബ്രെഡ് സ്ലൈസസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ വെച്ച് നമുക്കതിനെ ടോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇനി നമ്മുടെ ബ്രെഡ് സ്ലൈസസ് നമ്മുടെ പാനിലോട്ട് വയ്ക്കുകയാണ്. ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുകയാണ്. വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത ഭാഗം താഴത്തേക്ക് വേണം വെക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. മറ്റേ ഭാഗത്ത് നമ്മൾ കുറച്ചുകൂടെ ഈ ബട്ടറിൻ്റെ ആ ഒരു പേസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് ഇത് ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒറിഗാനോ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗാർലിക് ബ്രെഡ് ഫിംഗേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമുക്കിനി ഈ ബ്രെഡ് സ്ലൈസസിനെ ഫിംഗേഴ്സ് ആക്കാം. നമ്മുടെ ബ്രെഡ് സ്ലൈസസ് ഞാൻ ഫിംഗേഴ്സ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ഡെക്കറേഷൻസ് ഇതിനകത്ത് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മല്ലിയിലയും കൂടെ ഇതിൻ്റെ പുറത്ത് വയ്ക്കുകയാണ്. ബ്രെഡ് ഫിംഗേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെടും. ഈവനിങ് സ്നാക്കായിട്ട് മാത്രമല്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുവാണെങ്കിൽ നമുക്കിത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വീട്ടിലെല്ലാവരും പരീക്ഷിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ ബൈ.
ഇനി ഫൺ വിത്ത് ആർട്ടിലേക്ക്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എക്സെല്ല് കൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ഫേവറേറ്റ് ക്യാരക്ടറായ ആംഗ്രി ബേർഡിനെ ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടി ആദ്യം ഒരു എക്സെല്ല് എടുക്കാം. ഇതിനുള്ളിലെ മുട്ടയൊക്കെ കളഞ്ഞതിന് ശേഷം ഈ ഷെല്ല് മാത്രം എടുക്കുക. ഇനി ഈ എക്സെല്ലിൻ്റെ ഈ ഹോളുണ്ടല്ലോ, ഇവിടെ അകത്തുള്ള മുട്ട നമ്മളെടുത്ത് കഴിച്ചതിന് ശേഷം വരുന്ന ഈ ഒരു ഹോളിൽ ചെറിയൊരു വൈറ്റ് പേപ്പർ ഒട്ടിച്ച് നമുക്കത് കവർ ചെയ്യാം. അതിലേക്ക് വേണ്ടി ആദ്യം ഒരു വൈറ്റ് ഗ്ലൂ എടുക്കുക. പേപ്പറിലേക്ക് ജസ്റ്റ് വൈറ്റ് ഗ്ലൂ ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഹോൾ വന്ന ഏരിയയിൽ പേപ്പർ ഇട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം ആംഗ്രി ബേർഡിൻ്റെ കണ്ണ് ഒന്ന് ഇതിൽ റഫിടാം. ആംഗ്രി ബേർഡിൻ്റെ കണ്ണാണ് എപ്പോഴും അതിൻ്റെ ആംഗ്രി കണ്ണ്. ഇനി ആംഗ്രി ബേർഡിൻ്റെ വയറിൻ്റെ അടിവശം ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട്, അപ്പോൾ അവിടെ ഒന്ന് നോട്ട് ചെയ്തു. നമുക്കാവശ്യം ഒരു ഡ്രോയിങ് ഷീറ്റാണ്. ഈ ഡ്രോയിങ് ഷീറ്റ് ഹാഫായിട്ട് ഇതുപോലെ ഒന്ന് മടക്കുക. ഇനി അതിന് ആദ്യമായി ഞാൻ വരയ്ക്കുന്നത് അതിൻ്റെ മുടിയാണ്. ആദ്യമായി ആംഗ്രി ബേർഡിൻ്റെ മുടി വരയ്ക്കുക. മുടിയുടെ ഷേപ്പ് ആദ്യം ഒന്ന് സ്കെച്ചിടുക. ഇതുപോലെയാണ് ആംഗ്രി ബേർഡിൻ്റെ തലയുടെ മുകളിലിരിക്കുന്ന മുടിയുടെ ഷേപ്പ്. അടുത്തതായി ആംഗ്രി ബേർഡിൻ്റെ പുറകിലത്തെ വാലിൻ്റെ ഷേപ്പ് ഓൾമോസ്റ്റ് ഇതുപോലെയാണ് അതിൻ്റെ ഷേപ്പ് വരുന്നത്. തലയിലെ മുടിയായി, അതിൻ്റെ വാലായി. ഇനിയുള്ളത് ആംഗ്രി ബേർഡിന് ഒരു ചുണ്ട്. ഈ വരച്ച ഫോമുകൾ, നമ്മുടെ മുടി, ചിറക്, കൊക്ക്, ഇതെല്ലാം സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്യണം. ആംഗ്രി ബേർഡിലേക്ക് ഫിക്സ് ചെയ്യാം. വൈറ്റ് ഗ്ലൂവിൻ്റെ സ്റ്റിക്ക് ആദ്യമായി വാലുകളുടെ ആ പെയർ അതുപോലെ ഇതിലേക്ക് ഒട്ടിക്കും. ഈ ഏരിയ കുറച്ച് അല്പം വൈറ്റ് ഗ്ലൂ തേച്ച് കൊടുക്കുക. ഇതിൻ്റെ പോർഷനിലേക്ക് ചിറക് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി സെയിം മെത്തേഡിൽ ഇതിൻ്റെ ഹെയറിൻ്റെ ഭാഗത്ത് അല്പം വൈറ്റ് ഗ്ലൂ ആഡ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആംഗ്രി ബേർഡിൻ്റെ ഷേപ്പ് ശരിയായിട്ടുണ്ട്. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം. അന്തരിച്ച മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു പ്രശസ്ത വചനമാണിത്. സ്വപ്നം കണ്ട പദവിയിലേക്ക് എത്താൻ ഉണർന്ന് പ്രവർത്തിക്കുക. അപ്പോൾ ഈ എപ്പിസോഡ് കൂട്ടുകാർക്ക് ഇഷ്ടമായില്ലേ? പുത്തൻ വിശേഷങ്ങളുമായി അടുത്താഴ്ച കാണാം. നമസ്തേ.